മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാർ ഇന്ന് ചുമതലയേൽക്കുന്നു. സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും ആദ്യ ദിനം. മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന കേന്ദ്രത്തിന് RSSന്റെ മുന്നറിയിപ്പ്. വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. +1 സീറ്റ് വർധന സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. N ശംസുദ്ദീൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. സഭ ഇന്നും പ്രക്ഷുബ്ധമായേക്കും. മന്ത്രിമാരുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തും. രാജ്യസഭാ സീറ്റ് കിട്ടാത്തതിൽ കടുത്ത അമർഷവുമായി RJD. CPIMന്റെ നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് നേതാക്കൾ. ഭരണപരിഷ്കാര കമ്മീഷൻ പദവി നൽകി അനുനയിപ്പിക്കാൻ CPIM ശ്രമം. പന്തീരങ്കാവിലെ പരാതിക്കാരിയുടെ മലക്കം മറിച്ചിലിൽ അന്വേഷണ സംഘം പ്രതിരോധത്തിൽ. മൊഴി മാറ്റിയത് പ്രതിഭാഗത്തിന്റെ സമ്മർദ്ദം മൂലമെന്ന് സംശയം. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയതിനാൽ കേസ് ദുർബലപ്പെടില്ലെന്ന് പ്രതീക്ഷ. കുറ്റപത്രം അടുത്തയാഴ്ച സമർപ്പിക്കും. തിരുവനന്തപുരം പൂവച്ചൽ പഞ്ചായത്തിലെ അനധികൃത പന്നി ഫാമുകൾ പൂട്ടും. സർവകക്ഷി യോഗത്തിൽ തീരുമാനം. നടപടി കേരള വിഷൻ ന്യൂസ് വാർത്തയെ തുടർന്ന്. T20 ലോകകപ്പിൽ സൂപ്പർ 8-ലെത്തുന്ന ആദ്യ ടീമായി ദക്ഷിണാഫ്രിക്ക. ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയത് 4 റൺസിന്. സുനിൽ ഛേത്രിയില്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഖത്തറിനെതിരെ. ലോകകപ്പ് യോഗ്യത 3-ാം റൗണ്ട് പ്രവേശനത്തിന് ജയം അനിവാര്യം.